എന്നെപ്പോലെ തന്നെ പുട്ടുണ്ടാക്കാൻ മടിയുള്ളവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇതിൽ ഞാൻ ഒന്നല്ല രണ്ടല്ല 10 അല്ല 20 പേർക്കുള്ള പുട്ടാണ് ഒറ്റയടിക്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരുന്നുണ്ടാവില്ല, പക്ഷേ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ എന്തായാലും വിശ്വസിക്കും. കാരണം ഞാനൊരു അടിപൊളി ടിപ്പാണ് നിങ്ങൾക്ക് ഇതിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കേണ്ട, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പിന്നെ ഞാനെടുത്തത് ഷോപ്പിൽ നിന്ന് വാങ്ങിയ പുട്ടുപൊടിയാണ് കേട്ടോ, പാക്കറ്റിൽ വാങ്ങുന്ന പുട്ടുപൊടിയാണ്. അപ്പോൾ ഇതന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മില്ലിൽ നിന്നെല്ലാം പൊടിപ്പിക്കുന്ന പുട്ടുപൊടിയില്ലേ അങ്ങനെ വേണമെങ്കിലും എടുക്കുക, ഏതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ എഴുതിയിട്ടുണ്ടാവും നമ്മളിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നെല്ലാം എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ നിങ്ങൾ ചെയ്യുക. ഇതിൻ്റെ ബാക്കിൽ എഴുതിയെന്ന് വെച്ചാൽ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇളം ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചെടുത്തിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് നന്നായിട്ട് തന്നെ ഫസ്റ്റ് നനച്ച് കൊടുക്കണം, എന്നാലാണ് നമുക്ക് പുട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് തന്നെ നനച്ചെടുക്കാം. എന്നിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നനച്ച് കൊടുക്കണം. അതെല്ലാം നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ മതി. അപ്പോൾ ചില പുട്ടുപൊടി കുറച്ച് ഡ്രൈ ആയിട്ട് വരും, അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യണേ. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഒരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു വാഴയില വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ച പുട്ടുപൊടി തേച്ചും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആവി കൊള്ളിക്കുക. അപ്പോൾ ഇതിൻ്റെ വെള്ളം നമ്മൾ ഓൾറെഡി ചൂടാക്കിയതാണ്. അപ്പോൾ കുറേ സമയമൊന്നും വേണ്ട കേട്ടോ, ഒരു 5 മിനിറ്റ് എല്ലാം ജസ്റ്റ് ഒന്ന് ആവി കൊള്ളിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് പുട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളൊരു 5 മിനിറ്റ് ആവി കൊള്ളിക്കുക. അതിന് ശേഷം നമുക്ക് ഇത് മൊത്തത്തിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിപ്പോൾ 1-2 പേർക്കുള്ള പുട്ടല്ല ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോൾ 3-4 പേരായാലും പ്രശ്നമില്ല. 1-2 കുറ്റി പുട്ടെല്ലാം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ കുറേ ആൾക്കാർക്കുള്ള പുട്ടെല്ലാം ഉണ്ടാക്കൽ ഭയങ്കര ടാസ്ക്കാണ്. ഇതിപ്പോൾ പെട്ടെന്നൊരു ഫങ്ഷനെല്ലാം വന്ന് ഇനിയിപ്പോൾ നമുക്ക് പുട്ടന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പുട്ടുണ്ടാക്കൽ ഭയങ്കര റിസ്ക്കാണ്. പക്ഷേ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ പുട്ടുണ്ടാക്കുന്നതെങ്കിൽ പെട്ടെന്ന് പണിയും തീരും. നമ്മുടെ കൗണ്ടർ ടോപ്പും ആ ചുറ്റുപാടും ഒന്നും വൃത്തികേടാവുകയും ചെയ്യില്ല. അങ്ങനെ ഒരു ഐഡിയ ആണ് കേട്ടോ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ അതിന് പകുതി ഞാൻ വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനെ ലാസ്റ്റ് എന്തിനാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ പകുതിയിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചിരക്കിയത് ഇട്ട് കൊടുക്കാം. തേങ്ങയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കാം. അപ്പോൾ വെള്ളം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ കുടഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. ചില പുട്ടുപൊടി പെട്ടെന്ന് ഹാർഡായി പോകും. അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ തേങ്ങയും കൂടി മിക്സാക്കിയിട്ട് നല്ലോണം ഒന്ന് ഇത് എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കുക. ഈ സമയത്ത് നിങ്ങൾ ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇഡ്ഡലി ചെമ്പിലിട്ടിട്ട് ഒന്നും കൂടി ചൂടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നേരത്തെ തന്നെ തേങ്ങ ഇട്ടിട്ട് അങ്ങ് മിക്സാക്കിയിട്ട് ഇട്ടാൽ പോരെയെന്ന്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ പുട്ടുപൊടി നല്ല സോഫ്റ്റ് ആവും. എന്നിട്ട് നമ്മൾ രണ്ടാമതൊന്നും കൂടി നനച്ച് കൊടുത്തിട്ട് ഇട്ടാലുണ്ടല്ലോ സൂപ്പറായിട്ടുള്ള പുട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടി ആവി കൊള്ളിക്കാം. അപ്പോൾ ഇത് നേരത്തെ പോലെയല്ല, നമ്മൾ കുറച്ച് അധികം സമയം വെക്കണം കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് എല്ലാം വെച്ചാൽ മതിയാവും. അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാനിതിലൊക്കെ ഇട്ടിട്ട് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമ്മൾ ഇതിന്ന് കുറച്ചായിട്ട് പാത്രത്തിലിട്ടിട്ട് നമുക്ക് ഓരോരുത്തർക്കായിട്ട് കൊടുക്കുക. പുട്ട് എന്തായാലും നമ്മൾ പൊടിച്ചിട്ട് തന്നെയല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പുട്ട് കുറ്റിയിൽ ഇട്ടിട്ട് നീളത്തിൽ കുത്തിയെടുക്കണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കി, എന്തായാലും ഇഷ്ടമാവും. നല്ല സോഫ്റ്റ് പുട്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഷേപ്പിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിന് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഒരു ഗ്ലാസ് എടുത്തിട്ട് അടിയിൽ നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇങ്ങനെ പ്രസ്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെയും കുറച്ചും കൂടി തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി പ്രസ്സാക്കുക. എന്നിട്ട് നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ഇഡ്ഡലി ചെമ്പിലേക്ക് നമുക്കിതുപോലെ ഇങ്ങനെ തട്ടിക്കൊടുക്കുക. ഇത് പെട്ടെന്ന് ഇങ്ങനെ തട്ടിയാൽ ഇങ്ങനെ ഇളകി വരും. എന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ റിപ്പീറ്റ് ആക്കുക.
ഇതിപ്പോൾ സാധാരണ നമ്മൾ മണ്ണപ്പെല്ലാം ഉണ്ടാക്കുന്നില്ലേ അതേപോലെ തന്നെയാണ് സംഭവം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക. ഒറ്റയടിക്ക് നമുക്ക് കുറേ എണ്ണം ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് നേരത്തെ പോലെ തന്നെ കുക്ക് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ നേരത്തെ പകുതി മാറ്റി വെച്ചിട്ടില്ലേ, അതിനെ കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ഷേപ്പിൽ വേണമെന്നുള്ളവർക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു ടിപ്പ്? അടിപൊളിയല്ലേ? ഒറ്റയടിക്ക് നമുക്ക് ഒരുപാട് പേർക്കുള്ള പുട്ട് റെഡിയാക്കാൻ പറ്റും. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. നല്ല സോഫ്റ്റ് പുട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുതേ.